ഓക്കെ, ഫണ്ടമെൻ്റൽസ് ഓഫ് ഇലക്ട്രിക് സർക്യൂട്ട് എന്ന സബ്ജക്റ്റിലെ സെക്കൻഡ് മൊഡ്യൂളിൽ കുറച്ച് പ്രോബ്ലംസ് നമുക്ക് നോക്കാം. എന്തായാലും ഇതൊരു പ്രോബ്ലം പേപ്പർ ആണല്ലേ, അപ്പോൾ കുറേ പ്രോബ്ലംസ് ആണ് ഇതിനകത്ത് നിന്നും ചോദിക്കുക. നമുക്ക് കുറേ പ്രോബ്ലംസ് ഇതിനകത്ത് നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുക. 7 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് മിക്കവാറും പ്രോബ്ലംസ് തന്നെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് സീരീസ് സർക്യൂട്ടിനെ കുറിച്ചാണ്, അതായത് AC സീരീസ് സർക്യൂട്ടിനെ കുറിച്ചാണ് സെക്കൻഡ് മൊഡ്യൂൾ. അതിനകത്ത് RL, RC, RLC സീരീസ് സർക്യൂട്ടുകൾ പഠിക്കാനുണ്ട്. അതുപോലെ ഒരു സർക്യൂട്ടിൽ R മാത്രമുള്ള സർക്യൂട്ടിനെ കുറിച്ച്, അതുപോലെ ഇൻഡക്ടർ മാത്രമുള്ള സർക്യൂട്ടിനെ കുറിച്ച്, കപ്പാസിറ്റർ മാത്രമുള്ള സർക്യൂട്ടിനെ കുറിച്ച്, അതിനെക്കുറിച്ചെല്ലാം നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇതിനകത്തുള്ള ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലംസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അവിടെ നോക്കിക്കേ, ഫസ്റ്റ് പ്രോബ്ലം. Two phases are given as A equal to 4 plus J3 and B equal to 5 plus J6. Calculate A by B in rectangular and polar form. അപ്പോൾ രണ്ട് ഫേസസ് നമുക്ക് തന്നിട്ടുണ്ട്. A equal to 4 plus J3യും B equal to 5 plus J6ഉം. ഇതിന്ന് എന്താ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? A by B ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് A by Bന്റെ പോളാർ ഫോമും വേണം, റെക്ടാങ്കുലർ ഫോമും വേണം. ഇവിടെ നോക്കിക്കേ, നമുക്ക് എയും ബിയും തന്നിരിക്കുന്നത് ഏത് ഫോമിലാ? റെക്ടാങ്കുലർ ഫോമിലാണ് തന്നിരിക്കുന്നത്. നമുക്കറിയാം, ഡിവൈഡ് ചെയ്യണമെങ്കിൽ, രണ്ട് ഫേസസിനെ ഡിവൈഡ് ചെയ്യണമെങ്കിൽ എന്തിലോട്ട് കൺവേർട്ട് ചെയ്താലേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ? പോളാർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്താൽ മാത്രമേ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. നമുക്ക് ആഡ് ചെയ്യുമ്പോഴും സബ്ട്രാക്ട് ചെയ്യുമ്പോഴും റെക്ടാങ്കുലർ ഫോമിൽ തന്നെ വെച്ച് നമുക്ക് ആഡ് ചെയ്യും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യാം. പക്ഷേ ഡിവൈഡ് ചെയ്യുമ്പോഴും മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും നമ്മൾ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം? പോളാർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യണം. സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഈ 4 plus J3നെ പോളാർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാം. നമുക്ക് ഈ കാൽക്കുലേറ്ററിൽ ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് പോളാർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 5 ആംഗിൾ 36.87 ഡിഗ്രി എന്ന് കിട്ടും. ഇനി 5 plus J6നെ പോളാർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 7.8 ആംഗിൾ 50.19 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിന് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യുക? ആദ്യം മാഗ്നിറ്റ്യൂഡുകൾ തമ്മിൽ ഡിവൈഡ് ചെയ്യും, ദെൻ ആംഗിളുകൾ തമ്മിൽ കുറയ്ക്കും. ന്യൂമറേറ്റർ മൈനസ് ഡിനോമിനേറ്റർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആംഗിൾ എത്രയാന്നുള്ളത് കിട്ടും. സോ നമുക്ക് A by B ചെയ്തപ്പോൾ പോളാർ ഫോമിലുള്ള ആൻസർ എന്ന് പറയുന്നത് 0.64 ആംഗിൾ -13.32 ഡിഗ്രിയാണ്. ദെൻ അതിന് നമുക്ക് റെക്ടാങ്കുലർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യണം. അത് നമുക്ക് ഈ കാൽക്കുലേറ്ററിൽ യൂസ് ചെയ്ത് ചെയ്യാം. ഈ സയന്റിഫിക് കാൽക്കുലേറ്ററിൽ റെക് ഓഫ്, പോൾ ഓഫ് എന്ന് പറഞ്ഞ 2 ബട്ടൺസ് കാണും. അതിനകത്ത് ഏതാണ് നമുക്കിപ്പോൾ റെക്ടാങ്കുലർ ഫോമിലോട്ടാണ് കൺവേർട്ട് ചെയ്യണമെങ്കിൽ റെക് ഓഫ് എന്നുള്ള ബട്ടൺ അമർത്തുക. ഇനി പോളാർ ഫോമിലോട്ടാണ് കൺവേർട്ട് ചെയ്യണമെങ്കിൽ പോൾ ഓഫ് എന്നുള്ള ബട്ടൺ അമർത്തുക. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമുക്ക് A equal to 4 plus J3 ഉണ്ട് അല്ലേ? ആ A equal to 4 plus J3നെ നമ്മളിപ്പോൾ പോളാർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? കാൽക്കുലേറ്റർ എടുത്ത് പോൾ ഓഫ് എന്ന ബട്ടൺ അമർത്തി ദെൻ ഫസ്റ്റ് നമ്പർ 4, അതായത് നമ്മുടെ റെക്ടാങ്കുലർ ഫോമിൽ റിയൽ പാർട്ടും ഉണ്ട്, ഇമാജിനറി പാർട്ടും ഉണ്ട്. അതിൽ റിയൽ പാർട്ടാണ് 4, ഇമാജിനറി പാർട്ടാണ് 3. അപ്പോൾ ഫസ്റ്റ് പാർട്ടായിട്ടുള്ള 4 പ്രസ് ചെയ്യുക, ദെൻ കോമ 3, ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, ദെൻ ഈക്വൽ ടു അടിക്കുന്ന സമയത്ത് നമുക്ക് പോളാർ ഫോമിലുള്ള മാഗ്നിറ്റ്യൂഡ് കിട്ടും. ദെൻ അത് കഴിഞ്ഞ് ആൽഫ ടാൻ ഈക്വൽ ടു അടിക്കുന്ന സമയത്ത്
നമുക്ക് ആംഗിളും കിട്ടും. ഓക്കെ, ആ ആൻസർ അങ്ങനെ വെച്ച് തന്നെ വേണം ആൽഫ ടാൻ ഈക്വൽ ടു അടിക്കാൻ, അപ്പോഴേ ആംഗിൾ കിട്ടുള്ളൂ. നിങ്ങൾ ഫുൾ ക്യാൻസൽ ചെയ്ത് ക്ലിയർ ചെയ്ത് കളഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ ആംഗിൾ കിട്ടില്ല. ഓക്കെ, ഒന്നുകൂടെ പറയാം. പോളാർ ഫോമിൽ റെക്ടാങ്കുലർ ഫോമിലുള്ളതിനെ പോളാർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, പോൾ ഓഫ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. ദെൻ ഫസ്റ്റ് നമ്പർ കോമ സെക്കൻഡ് നമ്പർ, അതായത് റിയൽ പാർട്ട് കോമ ഇമാജിനറി പാർട്ട് ഈക്വൽ ടു ആൽഫ. ഈക്വൽ ടു അമർത്തുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ മാഗ്നിറ്റ്യൂഡ് കിട്ടും. ദെൻ ആൽഫ ടാൻ ഈക്വൽ ടു അടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, ആംഗിൾ കിട്ടും. ഇങ്ങനെ നമുക്ക് പോളാർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാം. സെയിം പ്രൊസീജിയർ തന്നെ റെക്ടാങ്കുലർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്താലും ചെയ്താൽ മതി. പക്ഷെ നമുക്ക് റെക്ടാങ്കുലർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ റെഡ് ഓഫ് എന്നുള്ള ബട്ടൺ ആണ് പ്രസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് പോളാർ ഫോമിലോട്ടും റെക്ടാങ്കുലർ ഫോമിലോട്ടും കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. Then, ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ റെസിസ്റ്റർ ഓഫ് 10 ohm is connected in series with a 0.2 Henry inductor across a 230 volt 50 Hz supply. Calculate current voltage across each component and the power dissipated. അപ്പോൾ ഒരു റെസിസ്റ്റർ ഉണ്ട്, ഒരു ഇൻഡക്ടർ ഉണ്ട്. ഇത് രണ്ടും സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് ഒരു 230 വോൾട്ട് 50 ഹെർട്സ് സപ്ലൈക്ക് ക്രോസ് ആയിട്ട്. ഓക്കെ, നമ്മളോട് എന്തൊക്കെയാ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? കറണ്ട് കണ്ടുപിടിക്കണം, പിന്നെ ഓരോ കമ്പോണന്റിന്റെയും അക്രോസ് ഉള്ള വോൾട്ടേജ് കണ്ടുപിടിക്കണം, പവർ ഡിസിപ്പേറ്റഡും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് കറണ്ട് കണ്ടുപിടിക്കാം. ആദ്യം നമുക്ക് എന്തൊക്കെയാ തന്നിട്ടുള്ളത്? റെസിസ്റ്ററിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, ഇൻഡക്ടറിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഇംപിഡൻസ്. എന്തുകൊണ്ടാണ് നമ്മൾ ഇംപിഡൻസ് എടുത്ത്? ഇതൊരു RL സീരീസ് സർക്യൂട്ട് ആണ്. അവിടെ റെസിസ്റ്ററും ഇൻഡക്ടറും സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ ആ സർക്യൂട്ടിന്റെ ഇംപിഡൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് ടോട്ടൽ കറണ്ട് എത്രയാന്നുള്ളത് കിട്ടുള്ളൂ. പിന്നെ ഇത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ട് തന്നെ റെസിസ്റ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടും ഇൻഡക്ടറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടും സെയിം ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് ടോട്ടൽ ഇംപിഡൻസ് കണ്ടുപിടിക്കാം. ടോട്ടൽ ഇംപിഡൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? √R² പ്ലസ് XL². R എന്താ? റെസിസ്റ്റൻസ് ആണ്. XL എന്താ? റിയാക്റ്റീവ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ആണ്. XL എന്ന് പറയുന്നത് റിയാക്റ്റീവ് ഇൻഡക്റ്റൻസ് ആണ്. XLന്റെ വാല്യൂ നമുക്ക് അറിയില്ല, പകരം നമുക്ക് എന്താ അറിയാവുന്നത്? ഇൻഡക്ടറിന്റെ വാല്യൂ എത്രയാണെന്ന് അറിയാം. സോ ആ ഇൻഡക്ടറിന്റെ വാല്യൂ യൂസ് ചെയ്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? XL എത്രയാണ്, അതായത് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് കണ്ടുപിടിക്കാം. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസിന്റെ ഇക്വേഷൻ എന്താ? ഈക്വൽ ടു XL ഈക്വൽ ടു 2πfL. അത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് കിട്ടും. ഓക്കെ, സോ Z ഈക്വൽ ടു √R² പ്ലസ് XL² ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇംപിഡൻസ് കിട്ടും. എത്രയാണ് നമ്മുടെ ഇംപിഡൻസ്? 63.61 ohm. ദെൻ ഇംപിഡൻസ് കിട്ടി അല്ലെ? ഇംപിഡൻസ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? കറണ്ട് കണ്ടുപിടിക്കാൻ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഇംപിഡൻസ് ചെയ്താൽ മതി. വോൾട്ടേജ് എത്രയാന്നുള്ളത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 230 വോൾട്ട്. ദെൻ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഇംപിഡൻസ് ചെയ്താൽ നമുക്ക് കറണ്ട് കിട്ടും. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യന്റെ ആൻസർ ആയി. കറണ്ട് എത്രയാ? 3.61 ആംപിയർ. ദെൻ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ എന്താ? വോൾട്ടേജ് അക്രോസ് ഈച്ച് കമ്പോണന്റ് ആണ് അല്ലെ? അപ്പൊ വോൾട്ടേജ് അക്രോസ് ഈച്ച് കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ആറിന് അക്രോസ് ഉള്ള വോൾട്ടേജ് I × R. സെയിം കറണ്ട് തന്നെയാണല്ലോ ഫ്ലോ ചെയ്യുന്നത്. സോ I × R ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വോൾട്ടേജ് അക്രോസ് R, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് R കിട്ടും. അതെത്രയാ? അപ്പൊ വോൾട്ടേജ് അക്രോസ് R എന്ന് പറയുന്നത് I × R. I എത്ര കിട്ടിയത്? 3.61. 3.61 ഇൻറ്റു റെസിസ്റ്ററിന്റെ വാല്യൂ 10. അത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? വോൾട്ടേജ് കിട്ടി. അതായത് റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് കിട്ടി. എത്രയാ? 36.1 വോൾട്ട്. ദെൻ
ഇനി അടുത്തത് ഇൻഡക്ടറിന് അക്രോസ് ഉള്ള വോൾട്ടേജ് കണ്ടുപിടിക്കുക. ഇൻഡക്ടറിന് അക്രോസ് ഉള്ള വോൾട്ടേജ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? I × XL ചെയ്താൽ മതി. അപ്പൊ 3.61 × 62.82 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇൻഡക്ടറിന് അക്രോസ് ഉള്ള വോൾട്ടേജ് കിട്ടും. ദെൻ അടുത്ത സബ് ക്വസ്റ്റ്യൻ എന്താ? പവർ ഡിസിപ്പേറ്റഡ് അല്ലെ? പവർ ഡിസിപ്പേറ്ററിന്റെ ഇക്വേഷൻ എന്താ? VI cos ϕ. വോൾട്ടേജ് നമുക്കറിയാം, കറണ്ട് അറിയാം, പക്ഷെ cos ϕ അറിയില്ല. സോ cos ϕ നമുക്ക് കണ്ടുപിടിക്കണം. cos ϕ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? അതായത് നമ്മളൊരു ഇംപിഡൻസ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാണ്. ഇംപിഡൻസ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ 3 സൈഡ്സ് ഏതൊക്കെയാ? R-ഉം X-ഉം Z-ഉം. അതായത് റെസിസ്റ്റൻസും റിയാക്ടൻസും ഇംപിഡൻസും ആണ് ഒരു ഇംപിഡൻസ് ട്രയാങ്കിളിലെ 3 സൈഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഇംപിഡൻസ് ട്രയാങ്കിളിൽ നിന്ന് cos ϕ അല്ലെങ്കിൽ പവർ ഫാക്ടർ ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? R/Z എന്ന് കിട്ടും. സോ അപ്പൊ cos ϕ ഈക്വൽ ടു R/Z. R എത്രയാ? 10 ആണ്. ഇംപിഡൻസ് നമ്മൾ കണ്ടുപിടിച്ചു 63.61. സോ cos ϕ ഈക്വൽ ടു എത്ര കിട്ടി? 0.157 എന്ന് കിട്ടി. ഇനി നമുക്ക് പവർ ഡിസിപ്പേറ്റർ കണ്ടുപിടിച്ചൂടെ? VI cos ϕ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പവർ ഡിസിപ്പേറ്റഡ് കിട്ടും. സോ വോൾട്ടേജ് 230 × കറണ്ട് 3.61 × cos ϕ 0.157 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പവർ ഡിസിപ്പേറ്റഡ്. അത് എത്രയാ? 130.36 വാട്ട്. യൂണിറ്റ് എഴുതാൻ മറക്കല്ലേ, പവറിന്റെ യൂണിറ്റ് വാട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. An impedance of 8 - j6 ohm is connected to a voltage source of 150 plus j120 volt. Calculate the current taken from the supply and power factor. അപ്പൊ എന്താ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്? ഒരു ഇംപിഡൻസ് ഉണ്ട്, അതായത് 8 - j6 ohm. അതെന്താ? കണക്റ്റഡ് ടു എ വോൾട്ടേജ് സോഴ്സ്, ഒരു വോൾട്ടേജ് സോഴ്സുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. കറണ്ട് കാൽക്കുലേറ്റ് ദ കറന്റ് ടേക്കൺ ഫ്രം ദ സപ്ലൈ ആൻഡ് പവർ ഫാക്ടർ. ഒരു കറണ്ട് സപ്ലൈയിൽ നിന്ന് എടുക്കുന്ന കറണ്ട് എത്ര, അതായത് ടോട്ടൽ കറണ്ട് എത്രയാന്നുള്ളതും അതേപോലെ പവർ ഫാക്ടറും ആണ് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇംപിഡൻസ് എത്രയാ? 8 - j6 ആണ്. വോൾട്ടേജ് എത്രയാ? 150 plus j120 ആണ് അല്ലെ? ഇനി നമുക്ക് കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഇംപിഡൻസ് ചെയ്താൽ മതി. പക്ഷെ ഇത് ഏത് ഫോമിലാ കിടക്കുന്നത്? റെക്ടാങ്കുലർ ഫോമിലാണ് വോൾട്ടേജും ഇംപിഡൻസും തന്നിരിക്കുന്നത്. സോ നമുക്കതിനെ പോളാർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാം. പോളാർ ഫോമിലോട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാന്നുള്ളത് ആദ്യം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് പോളാർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുക. സോ നമുക്ക് ഇംപിഡൻസ് എന്നുള്ളത് 10 ∠ -36.8 ഡിഗ്രി എന്ന് കിട്ടും. വോൾട്ടേജ് എന്നുള്ളത് 190.1 ∠ 38.7 എന്നും കിട്ടും. ഇനി അതിൽ നിന്ന് നമുക്ക് കറണ്ട് കണ്ടുപിടിക്കാം. കറണ്ട് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ആദ്യം മാഗ്നിറ്റ്യൂഡുകൾ തമ്മിൽ ഡിവൈഡ് ചെയ്യണം, ദെൻ ആംഗിളുകൾ തമ്മിൽ മൈനസ് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 19.21 ∠ 75.5 ഡിഗ്രി എന്ന് കിട്ടി. ഇനി ഇതിൽ നിന്ന് cos ϕ കണ്ടുപിടിച്ചോടെ? cos ϕ എന്ന് പറയുന്നത് ആംഗിൾ R/Z വെച്ച് നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? കറണ്ടിന്റെ ആംഗിൾ ഇല്ലേ, ആ ആംഗിള് വെച്ച് തന്നെ നമുക്ക് cos ϕ കണ്ടുപിടിക്കാം, അതായത് പവർ ഫാക്ടർ കണ്ടുപിടിക്കാം. അപ്പൊ cos of 75.5 ഡിഗ്രി അതായത് 0.25 ആണ് നമ്മുടെ പവർ ഫാക്ടർ വരുന്നത്. നെക്സ്റ്റ് പ്രോബ്ലം. ഇല്ലുസ്ട്രേറ്റ് ദ സീരീസ് RLC സർക്യൂട്ട് വിത്ത് ഇറ്റ്സ് ഇംപിഡൻസ് ട്രയാങ്കിൾ ആൻഡ് വെക്ടർ ഡയഗ്രാം. ഓൾസോ റൈറ്റ് ദ ഇക്വേഷൻ ഫോർ ഇംപിഡൻസ്, കറന്റ്, പവർ ഫാക്ടർ ആൻഡ് പവർ ഓഫ് ദ RLC സർക്യൂട്ട്. അപ്പൊ ഒരു RLC സീരീസ് സർക്യൂട്ട് ആണ് അല്ലെ? RLC സീരീസ് സർക്യൂട്ട് RLC സീരീസ് സർക്യൂട്ട് എന്ന് പറയുമ്പോ എന്താ? റെസിസ്റ്ററും ഇൻഡക്ടറും കപ്പാസിറ്ററും സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത സർക്യൂട്ടാണ് RLC സീരീസ് സർക്യൂട്ട് എന്ന് പറയുന്നത്. RLC സീരീസ് സർക്യൂട്ട് എന്ന് പറയുമ്പോ എന്തൊക്കെയാ? റെസിസ്റ്റർ ഉണ്ട്, ഇൻഡക്ടർ ഉണ്ട്,
ഒരു കപ്പാസിറ്റർ ഉണ്ട്, അതെന്താ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇമ്പിഡൻസിൻ്റെ ഇക്വേഷൻ എന്താ വരിക? √R² + XL - XC². അതായത് XL ആണ് XC-നേക്കാൾ കൂടുതലെങ്കിൽ XL - XC. ഇൻ കേസ് XC ആണ് XL-നേക്കാൾ കൂടുതലെങ്കിൽ XC - XL. നമുക്കത് ഇക്വേഷൻ ചേഞ്ച് ചെയ്ത് എഴുതാവുന്നതാണ്. ഓക്കെ, ഇവിടെ നോക്കിക്കേ, അതിൻ്റെ വെക്റ്റർ ഡയഗ്രം നോക്കിക്കേ. റെഫറൻസ് ആയിട്ട് നമ്മൾ എന്തെടുക്കുക? VR, അതായത് വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ ആണ് റെഫറൻസ് ആയിട്ട് എടുക്കുക. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞു VL ആണ് കൂടുതലെങ്കിൽ VC-നേക്കാൾ VL ആണ് കൂടുതലെങ്കിൽ VL - VC. അപ്പോൾ അത് മുകളിലോട്ട് വരും. അപ്പോൾ അതിൻ്റെ റിസൾട്ടൻ്റ് ആണ് V എന്ന് പറയുന്നത്, അതായത് കറണ്ട് ഇൻറ്റു ഇമ്പിഡൻസ്. ഇതാണ് വെക്റ്റർ ഡയഗ്രാം. ഇനി ഇമ്പിഡൻസ് ട്രയാങ്കിൾ നോക്കിക്കേ, ഇതാ R, അതായത് റെസിസ്റ്ററിൻ്റെ ബേസിൽ ദെൻ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് XL - XC വരച്ചിട്ടുണ്ട്. ഈ കേസിൽ നമ്മൾ എടുത്തിരിക്കുന്നത് XL XC-നേക്കാൾ ഗ്രേറ്റർ ആണ് എന്നുള്ള കണ്ടീഷൻ അസ്യൂം ചെയ്താണ് നമ്മൾ ഈ ട്രയാങ്കിൾ വരച്ചിരിക്കുന്നത്. ദെൻ ഇതിൻ്റെ റിസൾട്ടൻ ആണ് ഇമ്പിഡൻസ് എന്ന് പറയുന്നത്, അതായത് √R² + XL - XC² ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇമ്പിഡൻസ് കിട്ടും. ഇതാണ് നമ്മുടെ ഇമ്പിഡൻസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അപ്പം എന്തൊക്കെ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്? ഇമ്പിഡൻസ് ട്രയാങ്കിൾ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്, വെക്റ്റർ ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതാ വെക്റ്റർ ഡയഗ്രാം, ഇതാണ് ഇമ്പിഡൻസ് ട്രയാങ്കിൾ, ഇതാണ്. ഓക്കെ, ദെൻ ഇമ്പിഡൻസിൻ്റെ ഇക്വേഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ എഴുതിയിട്ടുണ്ട്. Z = √R² + XL - XC². ഓക്കെ, ദെൻ കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? വോൾട്ടേജ് ബൈ ഇമ്പിഡൻസ്. RLC സീരീസ് സർക്യൂട്ട് ആണല്ലോ. സോ നമ്മൾ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഇമ്പിഡൻസ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? കറണ്ട് കിട്ടുള്ളൂ. ഓക്കെ, കറണ്ടിൻ്റെ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പവർ ഫാക്ടർ. പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? cos⁵ ആണ് അല്ലേ? cos⁵ എന്ന് പറയുന്നത്, ഇവിടെ നോക്കിക്കേ, ഈ ⁵ എന്ന് പറയുന്ന ആംഗിൾ കണ്ടോ? അപ്പോൾ cos⁵ എന്ന് പറഞ്ഞാൽ എന്താ? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ് cos⁵ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ അഡ്ജസൻറ്റ് സൈഡ് ഏതാ? R ആണ് ഇവിടുത്തെ അഡ്ജസൻറ്റ് സൈഡ് അല്ലേ? R ഡിവൈഡഡ് ബൈ Z ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? cos⁵ എത്രയാന്നുള്ളത് കിട്ടും. അപ്പൊ പവർ ഫാക്ടർ = R/Z. ദെൻ നെക്സ്റ്റ് വൺ പവർ. പവർ എന്ന് പറയുന്നത്, പവറിന്റെ ഇക്വേഷൻ എന്താ? വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ഇൻറ്റു പവർ ഫാക്ടർ. അപ്പൊ നമുക്ക് പവറിന്റെ ഇക്വേഷനും കിട്ടി. ദെൻ നെക്സ്റ്റ് പ്രോബ്ലം. A voltage V of t = 141.4 sin 314t + 10 degree is applied to a circuit and the steady state current is given by I of t = 14.14 sin 314t - 20 degree flow through it. Find power factor of the circuit, power delivered to the circuit, draw the vector diagram. അപ്പോൾ അവിടെ നോക്കിക്കേ, വോൾട്ടേജ് തന്നിട്ടുണ്ട്. വോൾട്ടേജ് തന്നിരിക്കുന്നത് എങ്ങനെയാ? 141.4 sin 314t + 10 degree. അതായത് ഒരു നമ്മുടെ VM sin ω t എന്ന ഇക്വേഷനിലാണ് എന്ത് തന്നിരിക്കുന്നത്? വോൾട്ടേജ് തന്നിരിക്കുന്നത്. ദെൻ അതേപോലെ കറണ്ടും തന്നിട്ടുണ്ട്. അതും എങ്ങനെ തന്നിരിക്കുന്നത്? IM sin ω t ±5. ആ ഫോർമാറ്റിലാണ് നമ്മുടെ വോൾട്ടേജും കറണ്ടും ഉള്ളത്. സോ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താ? പവർ ഫാക്ടർ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, പവർ ഡെലിവേർഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, വെക്റ്റർ ഡയഗ്രാം വരയ്ക്കാനും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നോക്കിക്കേ, വോൾട്ടേജ് ഗിവൺ ഡാറ്റാസ് ആദ്യം എടുത്ത് എഴുതണം. വോൾട്ടേജിന്റെ ഇക്വേഷൻ എഴുതി, കറണ്ടിന്റെ ഇക്വേഷൻ എഴുതി. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താ? cos⁵ ആണ്. ഇവിടെ നോക്കിക്കേ, V of t എന്ന് പറയുന്നത് +10 ഡിഗ്രി ആണ് അല്ലെ? I of t എന്ന് പറയുന്നത് -20 ഡിഗ്രി ആണ്. അതായത് നമ്മളിപ്പോ 0 റെഫറൻസ് ആയിട്ട് എടുത്താൽ വോൾട്ടേജ് 10 ഡിഗ്രി കൂടുതലും കറണ്ട്
-20 താഴെയുമാണ്. അപ്പോൾ ടോട്ടൽ ഈ വോൾട്ടേജും കറന്റും തമ്മിലുള്ള ആംഗിൾ നമുക്ക് പവർ ഫാക്ടറിനെ എങ്ങനെ എഴുതാം? കൊസൈൻ ഓഫ് ആംഗിൾ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറന്റ് ആണ് പവർ ഫാക്ടർ എന്ന് പറയുന്നത്. അതായത് വോൾട്ടേജും കറന്റും തമ്മിലുള്ള ആംഗിളിന്റെ കോസ് വാല്യൂ ആണ് എന്ത് പവർ ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ 0 റെഫറൻസ് ആയിട്ട് എടുത്താൽ വോൾട്ടേജ് 10 ഡിഗ്രി മുകളിലും കറന്റ് 20 ഡിഗ്രി താഴെയുമാണ്. സോ കറന്റ് 20 ഡിഗ്രി ലാഗ് ചെയ്യാണ്. അതേപോലെ വോൾട്ടേജ് എന്താ റെഫറൻസ് വാല്യൂവിന് 10 ഡിഗ്രി ലീഡ് ചെയ്യുവാണ്. അങ്ങനെയാണ് നമ്മളുടെ ഇക്വേഷനിൽ തന്നിരിക്കുന്നത്. അപ്പൊ വോൾട്ടേജും കറന്റും തമ്മിലുള്ള ഫേസ് ആംഗിൾ, ആ ഫേസ് ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. സോ കോസ് ഫൈന്റെ വാല്യൂ കോസ് 30 എന്ന് പറയുന്നത് എന്താ? 0.866. അതെന്താ ചെയ്യുന്നത്? ലാഗ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് പവർ ഡെലിവേർഡ് ടു ദ സർക്യൂട്ട്. പവർ ഡെലിവേർഡിന്റെ ഇക്വേഷൻ എന്താ? VI cos phi അല്ലെ? VI cos phi ആണ് പവർ ഡെലിവേർഡിന്റെ ഇക്വേഷൻ. സോ നമുക്കറിയാം വിയും ഐയും ഒക്കെ ഏത് വാല്യൂ ആയിരിക്കണം? പവറിലെ RMS വാല്യൂ ആയിരിക്കണം. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വാല്യൂ എന്താ? മാക്സിമം വാല്യൂ ആണ്. അതായത് നമ്മളുടെ ഫോർമാറ്റ് എങ്ങനെയാ? V(t) = Vm sin ωt ±5 ആണ്. അതേപോലെ കറന്റ് I(t) = Im sin ωt ±5 ആണ്. ഇതൊക്കെ എന്താ? മാക്സിമം വാല്യൂലാണ് നമ്മുടെ കറന്റും വോൾട്ടേജും കിടക്കുന്നത്. നമ്മൾ പവർ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്താവണം? RMS വാല്യൂ ആണ് വേണ്ടത്. സോ RMS വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? Vm/√2 ചെയ്താൽ മതി. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? Vrms = Vm/√2. അപ്പൊ Vm എന്ന് പറഞ്ഞാൽ എത്രയാ? 141.4 / √2. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 100 വോൾട്ട് എന്ന് കിട്ടും. Then IRMS = Im/√2. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? കറന്റ് = 10 ആംപിയർ എന്നുള്ളത് കിട്ടി. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? പവർ കണ്ടുപിടിക്കണം. ഓൾറെഡി നമ്മൾ പവർ ഫാക്ടർ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് പവർ കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ പവർ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? വോൾട്ടേജ് ഇൻറ്റു കറന്റ് ഇൻറ്റു കോസ് ഫൈ. വോൾട്ടേജും കറന്റും RMS വാല്യൂയിലുള്ള വോൾട്ടേജും കറന്റും വേണം. സോ നമ്മൾ പവർ കണ്ടുപിടിച്ചു. 100 × 10 × 0.866 = 866 വാട്ട്. അതാണ് നമ്മളുടെ പവർ എന്ന് പറയുന്നത്. ഇനി ഇവിടെ നോക്കിക്കേ, നമുക്ക് വെക്റ്റർ ഡയഗ്രാം വരയ്ക്കണം അല്ലെ? നമ്മൾ ഇത് കണ്ടോ, ഒരു റെഫറൻസ് ലൈൻ എടുത്തു. 10 ഡിഗ്രി മുകളിലാണ് വോൾട്ടേജ്, 20 ഡിഗ്രി താഴെയാണ് കറന്റ്. -20 ആണ് ആംഗിള്, അപ്പൊ താഴെ. +10 ആണ് വോൾട്ടേജിന്റെ ആംഗിൾ, അപ്പൊ മുകളിൽ. ഇതാണ് നമ്മളുടെ വെക്റ്റർ ഡയഗ്രാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നോക്കിക്കേ. എ റെസിസ്റ്റൻസ് ഓഫ് 50 ohm is in series with a capacitance of 100 microfarad and a 100 volt 50 hertz supply is applied across it. Calculate the current, power factor, the power consumed, voltage across R and C. Okay, ഒരു റെസിസ്റ്ററും കപ്പാസിറ്ററും സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിന് അക്രോസ് ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്. അപ്പൊ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് കറന്റ് കണ്ടുപിടിക്കണം, പവർ ഫാക്ടർ കണ്ടുപിടിക്കണം, പവർ കൺസ്യൂംഡ് കണ്ടുപിടിക്കണം, വോൾട്ടേജ് അക്രോസ് R and C. ആറിന് അക്രോസ് ഉള്ള വോൾട്ടേജും കണ്ടുപിടിക്കണം, കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഗിവൺ ഡാറ്റാസ് എന്തൊക്കെയാ? റെസിസ്റ്റൻസിന്റെ വാല്യൂ ഉണ്ട്, കപ്പാസിറ്റൻസിന്റെ വാല്യൂ ഉണ്ട്, വോൾട്ടേജ് ഉണ്ട്, ഫ്രീക്വൻസി ഉണ്ട്. സോ ഫസ്റ്റ് വൺ കറന്റ് ആണ് അല്ലെ? RC സീരീസ് സർക്യൂട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് കറന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? വോൾട്ടേജ് ബൈ ഇംപിഡൻസ്. ഇംപിഡൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? √R² + XC². അത് തന്നിട്ടുണ്ട്, പക്ഷെ XC തന്നിട്ടില്ല. XC കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? 1/C ω. ω എന്ന് പറഞ്ഞാൽ 2πf.
അപ്പോൾ ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് എക്സിന്റെ വാല്യൂ എന്ത് വരും? 31.83 ഓം എന്ന് വരും. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് ഇമ്പിഡൻസ് കണ്ടുപിടിക്കുക. ഇമ്പിഡൻസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ കറണ്ട് കണ്ടുപിടിക്കുക. കറണ്ട് I = V/Z. വി എത്രയാ? 100 വോൾട്ട് ആണ്. V/Z ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 1.68 ആംപിയർ കറണ്ട് കിട്ടും. ദെൻ നെക്സ്റ്റ് സബ് ക്വസ്റ്റ്യൻ എന്താ? പവർ ഫാക്ടർ ആണ് അല്ലെ. പവർ ഫാക്ടറിന്റെ ഇക്വേഷൻ എന്താ? cos phi = R/Z. R എത്രയാണെന്നറിയാം, Z എത്രയാണെന്നറിയാം. സോ അതിൽ നിന്ന് പവർ ഫാക്ടർ കണ്ടുപിടിക്കുക. പവർ ഫാക്ടർ എത്രയാ? 0.842 ആണ്. കപ്പാസിറ്റർ ഉള്ളത് കൊണ്ട് തന്നെ ഇതൊരു കപ്പാസിറ്റീവ് സർക്യൂട്ട് ആണ്. സോ കപ്പാസിറ്റർ ഉണ്ടെങ്കിൽ പവർ ഫാക്ടർ എങ്ങനെയായിരിക്കും? വോൾട്ടേജിനെ ലീഡ് ചെയ്യാണ് ചെയ്യുക. കപ്പാസിറ്റർ സർക്യൂട്ട് ലീഡിങ് സർക്യൂട്ട് ആണ് അല്ലെ. കപ്പാസിറ്റീവ് കറണ്ട് എന്ന് പറയുന്നത് വോൾട്ടേജിനെ ലീഡ് ചെയ്യായിരിക്കും ചെയ്യുക. പവർ ഫാക്ടർ ലീഡിങ് പവർ ഫാക്ടർ ആയിരിക്കും ഒരു കപ്പാസിറ്റീവ് സർക്യൂട്ടിൽ ഉണ്ടാവുക. ദെൻ നെക്സ്റ്റ് സബ് ക്വസ്റ്റ്യൻ പവർ കൺസ്യൂംഡ്. പവർ കൺസ്യൂംഡിന്റെ ഇക്വേഷൻ എന്താ? VI cos phi. അപ്പോൾ നമുക്ക് വോൾട്ടേജ് അറിയാം, കറണ്ട് അറിയാം, cos phi അറിയാം. എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് പവർ കൺസ്യൂംഡ് എന്നുള്ളത് എത്ര കിട്ടും? 141.45 വാട്ട് എന്ന് കിട്ടും. ദെൻ ഇനി അടുത്ത സബ് ക്വസ്റ്റ്യൻ എന്താ? വോൾട്ടേജ് അക്രോസ് ഈച്ച് കമ്പോണന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് വോൾട്ടേജ് അക്രോസ് ആറും വോൾട്ടേജ് അക്രോസ് സിയും കണ്ടുപിടിക്കണം. വോൾട്ടേജ് അക്രോസ് ആറ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? I × R. I അറിയാം, R അറിയാം. വോൾട്ടേജ് അക്രോസ് സി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? V × വോൾട്ടേജ് അക്രോസ് സി കണ്ടുപിടിക്കാൻ ഇക്വേഷൻ I × XC. XC കണ്ടുപിടിച്ചിട്ടുണ്ട്. I എത്രയാണെന്ന് നമുക്കറിയാം. അപ്പൊ നമുക്ക് വോൾട്ടേജ് അക്രോസ് ആറും വോൾട്ടേജ് അക്രോസ് സിയും കിട്ടി. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. An RC series circuit have 8 volt across resistor and 6 volt across capacitor. Find the value of supply voltage. അതായത് ഒരു RC സർക്യൂട്ട് ഉണ്ട്. റെസിസ്റ്ററിന് അക്രോസ് 8 വോൾട്ടും ഉണ്ട്, കപ്പാസിറ്ററിന് അക്രോസ് 6 വോൾട്ടും ഉണ്ട്. അതിന്റെ സപ്ലൈ വോൾട്ടേജ് എത്രയാന്നുള്ളത് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഒരു വോൾട്ടേജ് ട്രയാങ്കിൾ വരയ്ക്കാം. വോൾട്ടേജ് അക്രോസ് ആറും വോൾട്ടേജ് അക്രോസ് സിയും റിസൾട്ടന്റ് വോൾട്ടേജും തമ്മിലുള്ള ഒരു വോൾട്ടേജ് ട്രയാങ്കിളോ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? വെക്ടർ സോൾവ് ചെയ്യുന്നത് പോലെ സോൾവ് ചെയ്താൽ മതി. √VR² + VC² ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സപ്ലൈ വോൾട്ടേജ് കിട്ടും. അപ്പൊ √8² + 6² ചെയ്യാ. സപ്ലൈ വോൾട്ടേജ് എത്രയാ? 10 വോൾട്ട്. ഇനി അതേപോലെ ഡെറിവേഷൻ ചോദിക്കാറുണ്ട്. റെസൊണന്റ് ഫ്രീക്വൻസിന്റെ ഡെറിവേഷൻ ചോദിക്കാറുണ്ട്. സീരീസ് സർക്യൂട്ടില് റെസൊണന്റ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെ? അതായത് സീരീസ് സർക്യൂട്ടിൽ റെസൊണന്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്, റെസൊണൻസ് സംഭവിക്കാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താ? ഇൻഡക്റ്റീവ് റിയാക്ടൻസ് = കപ്പാസിറ്റീവ് റിയാക്ടൻസ് ആവുന്ന സമയത്താണ് അവിടെ എന്ത് സംഭവിക്കുന്നത്? റെസൊണൻസ് സംഭവിക്കുന്നത്. ആ റെസൊണൻസ് സംഭവിക്കുന്ന ആ ഫ്രീക്വൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റെസൊണന്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പൊ ആ കണ്ടീഷൻ ഏതാ? XL = XC. അതായത് 2πfL. അതെ, XL-ന്റെ ഇക്വേഷൻ എന്താ? 2πfL. X-ന്റെ ഇക്വേഷൻ എന്താ? 1/2πfC. XL അതായത് 2πfL = 1/2πfC. ഇനി അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തേ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? f² = 1/2πL × 2πC. നമുക്ക് എന്താ വേണ്ടത്? ഫ്രീക്വൻസി ആണ് വേണ്ടതല്ലേ. അപ്പൊ ഫ്രീക്വൻസിന് നമ്മൾ എങ്ങോട്ട് കൊണ്ടുവന്നു? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കൊണ്ടുവന്നു. അപ്പൊ f² എന്നുള്ളത് എന്ത് കിട്ടി? 1/4π² LC എന്നുള്ളത് കിട്ടി.
ഇനി നമുക്ക് ഫ്രീക്വൻസി എഫ് ഈക്വൽ ടു എഫ് സ്ക്വയർ ആണ് 1/4 പൈ സ്ക്വയർ എൽ സി എന്ന് പറയുന്നത്. അപ്പൊ ഫ്രീക്വൻസി എന്നുള്ളത് എന്തായിരിക്കും? എഫ് ഈക്വൽ ടു √1/4 പൈ സ്ക്വയർ എൽ സി. അതിലെ 4 എന്ന് പറയുന്നത് 2ന്റെ സ്ക്വയർ ആണ്, പൈ സ്ക്വയറും ഉണ്ട് അല്ലെ. ആ രണ്ട് ടേമും റൂട്ടിന്റെ പുറത്തെടുത്താൽ നമുക്ക് എങ്ങനെ എഴുതാം ഈ ഇക്വേഷനെ? എഫ് ആർ ഈക്വൽ ടു 1/2 പൈ റൂട്ട് എൽ സി, അല്ലെങ്കിൽ ഒമേഗ ആർ. ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താ? 2πf ആണ് അല്ലെ. അപ്പൊ ഒമേഗ ആർ റെസൊണന്റ് ആംഗുലർ ഫ്രീക്വൻസി ഒമേഗ ആർ ഈക്വൽ ടു 1/√LC. ഇങ്ങനെയും എഴുതാം. അത് റേഡിയൻസിലുള്ളതും മറ്റേത് എന്താ? ഹെർട്സിലുള്ളതുമാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഡെറിവേഷൻ ചോദിക്കാറുണ്ട്. ഡിറൈവ് ദ ഇക്വേഷൻ ഓഫ് ആക്റ്റീവ് പവർ ഇൻ സീരീസ് RC സർക്യൂട്ട്. അപ്പൊ RC സർക്യൂട്ടിലെ ആക്റ്റീവ് പവറിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം V ഈക്വൽ ടു VM sin omega t, I ഈക്വൽ ടു IM sin omega t +5. RC ആണ്. RC ആയതുകൊണ്ടാണ് +5 എന്ന് എഴുതിയിരിക്കുന്നത്. പവറിന്റെ ഇക്വേഷൻ എന്താ? വോൾട്ടേജ് ഇൻറ്റു കറന്റ്. അപ്പൊ P ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? VM sin omega t ഇൻറ്റു IM sin omega t +5. അപ്പൊ VM IM എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ടേംസ് ആണ്, അത് നമ്മൾ പുറത്തെടുത്തിട്ടു. അതുപോലെ sin omega t ഇൻറ്റു sin omega t +5 എന്ന് പറയുന്നതിനെ നമ്മളൊന്ന് മോഡിഫൈ ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോസ്, അതായത് ഈ സൈൻ എ സൈൻ ബി എന്നുള്ള ഫോമിലാണ് ഇത് കിടക്കുന്നത് അല്ലെ. അപ്പൊ ഇതിനെ മോഡിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? സൈൻ കോസ് എ പ്ലസ് ബി, സോറി, കോസ് എ മൈനസ് ബി മൈനസ് കോസ് എ പ്ലസ് ബി ബൈ 2. അങ്ങനെയാണ് ഇത് മോഡിഫൈ ചെയ്തെഴുതുന്ന സമയത്ത് നമുക്ക് കിട്ടുക. അപ്പോ അതിനകത്ത് നിന്ന് ഒമേഗ ടി മൈനസ് ഒമേഗ ടി എന്ന് പറയുന്നത് 0ഉം -5. അപ്പൊ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്ത് വന്നു? കോസ് -5. ദെൻ സെക്കൻഡ് ടേം മൈനസ് കോസ് 2 ഒമേഗ ടി +5. ഈ ആ 2 എന്ന് പറയുന്നത് കോമൺ ആയിട്ട് പുറത്തെടുത്തു. അപ്പൊ നമുക്ക് എന്ത് വന്നു? VM IM/2 cos 5 മൈനസ് കോസ് 2 ഒമേഗ ടി +5 എന്ന് വന്നു. ഇനി ആവറേജ് വാല്യൂ എന്ന് പറയുന്നത്, അതായത് ആവറേജ് വാല്യൂല് ഡബിൾ ഫ്രീക്വൻസി കമ്പോണന്റ് ആണ് ഉള്ളത് അല്ലെ. അതായത് 2 ഒമേഗ ടി ആണ്. കോസ് 2 ഒമേഗ ടി എന്ന് പറയുമ്പോ എന്താ? ഫ്രീക്വൻസി കമ്പോണന്റ് ഡബിൾ ആണ്. അപ്പൊ ആ ഒരു കോസ് കമ്പോണന്റ്, അതായത് നമ്മുടെ ഫ്രീക്വൻസി കമ്പോണന്റ് ഡബിൾ വന്നതുകൊണ്ട് തന്നെ ആ ടേം ആവറേജ് വാല്യൂ എടുക്കുന്ന സമയത്ത് ആ ടേം എന്തായിരിക്കും? 0 ആയിരിക്കും. ഒരു കംപ്ലീറ്റ് സൈക്കിളിന്റെ ആ ടേം എന്ന് പറയുന്നത്, അതായത് ഫ്രീക്വൻസി കമ്പോണന്റ് ഉള്ള ആ ടേം എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ ബാക്കി അവിടെ എന്താ ഉള്ളത്? P ഈക്വൽ ടു VM IM/2 cos 5, അതായത് VM/√2 ഇൻറ്റു IM/√2 ഇൻറ്റു cos 5, അല്ലെങ്കിൽ VRMS IRMS cos 5 എന്ന് നമുക്ക് കിട്ടും. ഇതാണ് ഡെറിവേഷൻ ഓഫ് ആക്റ്റീവ് പവർ ഇൻ സീരീസ് RC സർക്യൂട്ട്. ഇതേപോലെ നമുക്ക് RL സർക്യൂട്ടിന്റെയും എഴുതാം. സെയിം തന്നെയാണ്, ലാസ്റ്റ് ഈ ഇക്വേഷൻ തന്നെയാണ് വരിക. ഇതുണ്ടോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് പവർ അബ്സോർബ്ഡ് ഇൻ പ്യുവർ ഇൻഡക്റ്റൻസ് ഈസ് 0. അതായത് പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട് അബ്സോർബ് ചെയ്യുന്ന പവർ 0 ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് എന്ത് ചെയ്താൽ മതി? പവറിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്താൽ മതി. അപ്പൊ നമുക്കറിയാം V ഈക്വൽ ടു VM sin omega t നമ്മുടെ റെഫറൻസ് ആണ്. ദെൻ I ഈക്വൽ ടു IM sin omega t -π/2. എന്തുകൊണ്ടാ -π/2 വന്നത്? പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ടില് കറണ്ട് വോൾട്ടേജിനെ ലാഗ് ചെയ്യാണ് ചെയ്യുന്നത്. 90 ഡിഗ്രി ലാഗ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഇൻസ്റ്റന്റേനിയസ് പവറിന്റെ ഇക്വേഷൻ എന്താ? ഇൻസ്റ്റന്റേനിയസ് പവർ ഈക്വൽ ടു V ഇൻറ്റു I.
അല്ലേ? അപ്പോൾ പി ഈക്വൽ ടു നമുക്ക് എന്ത് വന്നു? വി എം സൈൻ ഒമേഗ ടി ഇൻറ്റു ഐ എം സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ ടു. ഐ എം സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ ടു എന്നുള്ളത്, സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ ടു എന്നുള്ളത് എന്താ? കോസ് ഒമേഗ ടി ആണ് അല്ലേ? അപ്പൊ നമുക്ക് ആ ഇക്വേഷൻ എങ്ങനെയായി? വി എം ഐ എം സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി എന്നായി അല്ലേ? ഇനി 2 സൈൻ ഒമേഗ, ഒരു 2ന് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും ഡിവൈഡ് ചെയ്യുകയും ചെയ്യണം. 2 സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി എന്നായി. അപ്പൊ വി എം ഐ എം ബൈ 2 കോസ് ഒമേഗ ടി സൈൻ ഒമേഗ ടി എന്നായി. ഇനി 2 കോസ് ഒമേഗ ടി സൈൻ ഒമേഗ ടി എന്ന് പറയുന്നത് സൈൻ 2 ഒമേഗ ടി ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഇക്വേഷൻ എങ്ങനെ മോഡിഫൈ ചെയ്യാം? വി എം ബൈ റൂട്ട് 2 ഐ എം ബൈ റൂട്ട് 2 സൈൻ 2 ഒമേഗ ടി. നമ്മൾ ആവറേജ് എടുക്കുന്ന സമയത്ത് ഈ സൈൻ 2 ഒമേഗ ടി ഉള്ളത് കൊണ്ട് തന്നെ, അതായത് ഫ്രീക്വൻസി കമ്പോണന്റ് ഉണ്ടല്ലോ, ആ ഒരു ടേം എന്ന് പറയുന്നത് ആവറേജ് വാല്യൂ എടുക്കുമ്പോൾ 0 ആണ് വരിക. ഒരു സൈക്കിളിന്റെ ആവറേജ് വാല്യൂ എടുക്കുന്ന സമയത്ത് 0 ആണ്. സൈൻ 2 ഒമേഗ ടി ഉള്ളത് കൊണ്ട് തന്നെ ആവറേജ് വാല്യൂ 0 ആയിരിക്കും. സോ ആവറേജ് പവർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു കംപ്ലീറ്റ് സൈക്കിളിന്റെ 0 ആയിരിക്കും. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ മൊഡ്യൂളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇതേ ടൈപ്പ് പ്രോബ്ലംസ് ആയിരിക്കും നമ്മളുടെ ഈ സെക്കൻഡ് മൊഡ്യൂളിൽ നിന്ന് ചോദിക്കുക. ഓക്കെ, താങ്ക് യു. ഇന്ന് നമുക്ക് ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിക് സർക്യൂട്ട് എന്ന സബ്ജക്റ്റിലെ മൊഡ്യൂൾ 3 കുറച്ച് പ്രോബ്ലംസ് നമുക്ക് നോക്കാം. ഈ മൊഡ്യൂൾ 3 എന്ന് പറയുന്നത് പാരലൽ സർക്യൂട്ടുകളെ കുറിച്ചുള്ള മൊഡ്യൂളാണ്. ഓക്കെ, AC പാരലൽ സർക്യൂട്ടുകളെ കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത്. നമ്മൾ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന എക്സാമിന്, അതായത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതേപോലത്തെ മോഡലുകളാണ് നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡ്രോ ദ വെക്റ്റർ ഡയഗ്രാം ഓഫ് AC സർക്യൂട്ട് വിത്ത് R and L കണക്റ്റഡ് ഇൻ പാരലൽ. ഓക്കെ, റെസിസ്റ്ററും ഇൻഡക്ടറും പാരലലായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള AC സർക്യൂട്ടിൽ വെക്റ്റർ ഡയഗ്രാം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ആദ്യം സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുക. സർക്യൂട്ട് ഡയഗ്രത്തിൽ അത് എന്ത് കൊടുത്തിട്ടുണ്ട്? ഒരു സപ്ലൈ വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട്. ദെൻ റെസിസ്റ്ററും ഇൻഡക്ടറും പാരലലായി കണക്ട് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ കറണ്ട് IT എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. IR എന്ന് പറയുന്നത് റെസിസ്റ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടും IL എന്ന് പറയുന്നത് ഇൻഡക്ടറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടും. അപ്പം നോക്കിക്കേ, പാരലൽ സർക്യൂട്ടിന്റെ പ്രത്യേകത എന്താ? വോൾട്ടേജ് സെയിം ആയിരിക്കും. ഓക്കെ, ഓരോ കമ്പോണന്റിനും അക്രോസ് ഉള്ള വോൾട്ടേജ് സെയിം ആയിരിക്കും, പക്ഷേ കറണ്ട് എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. സീരീസ് സർക്യൂട്ടിൽ എങ്ങനെയായിരുന്നു? സീരീസ് സർക്യൂട്ടിൽ വോൾട്ടേജ് സെയിം ആയിരുന്നു, പക്ഷെ സീരീസ് സർക്യൂട്ടിൽ വോൾട്ടേജ് ഡിഫറെൻ്റ് ആയിരുന്നു, കറണ്ട് സെയിം ആയിരുന്നു. ഇവിടെ കറണ്ട് ഡിഫറെൻ്റ് ആണ്. സോ നമുക്ക് ഇനി എന്ത് വരയ്ക്കണം? വെക്റ്റർ ഡയഗ്രാം വരയ്ക്കണം. നോക്കിക്കേ, നമ്മൾ റെഫറൻസ് വോൾട്ടേജ് അപ്ലൈ ചെയ്ത വോൾട്ടേജ് ആണ് നമ്മൾ റെഫറൻസ് വോൾട്ടേജ് ആയി എടുത്തിരിക്കുന്നത്, E എന്ന് പറയുന്നത്. ദെൻ പ്യുവർ റെസിസ്റ്റർ ആകുമ്പോൾ എന്താ? കറണ്ടും വോൾട്ടേജും, റെസിസ്റ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടും റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജും ഇൻ ഫേസ് ആയിരിക്കും. ദെൻ പ്യുവർ ഇൻഡക്ടർ ആകുമ്പോൾ ഇൻഡക്ടറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് അപ്ലൈഡ് വോൾട്ടേജുമായിട്ടുള്ള ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. അതായത് കറണ്ട് വോൾട്ടേജിന്, ഇൻഡക്ടറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് വോൾട്ടേജിനെ 90 ഡിഗ്രി ലാഗ് ചെയ്യാണ് ചെയ്യുന്നത്. ഇതിന്റെ റിസൾട്ടന്റ് ആയിരിക്കും IT എന്ന് പറയുന്ന കറണ്ട്. അതായത് റെസിസ്റ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന്റെയും ഇൻഡക്ടറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന്റെയും റിസൾട്ടന്റ് കറണ്ടാണ് IT എന്ന് പറയുന്നത്. അതായത് ടോട്ടൽ കറണ്ട്. അത് തമ്മിലുള്ള ആംഗിൾ ആണ് അവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് ഫൈ അല്ലെങ്കിൽ തീറ്റ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ 10 ohm resistor, 15 millihenry inductor and 100 microfarad capacitor are connected in parallel to a 200 volt 50 hertz AC supply. Calculate the current in each branch. ഓക്കെ, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? ഒരു റെസിസ്റ്ററും ഇൻഡക്ടറും കപ്പാസിറ്ററും, അതിന്റെ വാല്യൂസ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്. ഇത് മൂന്നും സപ്ലൈ വോൾട്ടേജുമായിട്ട് പാരലലായി കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം നമുക്കറിയാം, പാരലലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ വോൾട്ടേജ് സെയിം ആയിരിക്കും, ബട്ട് കറണ്ട് ഡിഫറെൻ്റ് ആണ്. ഓരോ ബ്രാഞ്ചിലൂടെയും ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ IR, അതായത് റെസിസ്റ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് ചെയ്താൽ മതി. വോൾട്ടേജ് എത്രയാണെന്ന് ക്വസ്റ്റ്യനിലുണ്ട്? 200 ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ്
10. അപ്പൊ എത്ര കിട്ടി കറണ്ട്? 20 ആംപിയർ. ഇനി ഇൻഡക്ടറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം? 200 ഡിവൈഡഡ് ബൈ XL ചെയ്യണം അല്ലെ. അപ്പൊ XL ചെയ്യുന്ന സമയത്ത് XL കണ്ടുപിടിക്കണം. XL ഇക്വേഷൻ എന്താ? 2πfL ആണ്. L എത്രയാന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് IL ഈക്വൽ ടു എന്ത് കിട്ടും? 200 ഡിവൈഡഡ് ബൈ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഇൻഡക്റ്റീവ് റിയാക്ടൻസ്, അതായത് 4.71 ഓം. ആ 4.71 ഓമിന് നമുക്ക് വേണമെങ്കിൽ, അതായത് ഇമാജിനറി പാർട്ടാണല്ലോ, നമ്മളിപ്പോ ഇമ്പിഡൻസ് എഴുതുന്ന സമയത്ത് റെസിസ്റ്റൻസ് പ്ലസ് ഓർ മൈനസ് റിയാക്ടൻസ് എന്നാണ് അതിന്റെ ജനറൽ ഫോർമുല അല്ലെ. അപ്പൊ ഇവിടെ റിയാക്ടൻസ് ആണ്, ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ആണ്. സോ അതിന് നമുക്ക് എങ്ങനെ എഴുതാം? J4.71 ഓം എന്ന് എഴുതാൻ വേണ്ടി പറ്റും. J4.71 ഓം എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? ആംഗിള് 90 ഡിഗ്രി ആണ്. ഓക്കെ, അതുപോലെ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ആയതുകൊണ്ട് തന്നെ നമ്മള് +J4.71 ആയിരിക്കും. അപ്പൊ നമ്മളതിനെ പോളാർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്താലേ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. റെക്ടാങ്കുലർ ഫോമിലുള്ളതിനെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പോളാർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ അതിന് എന്ത് ചെയ്തു? 200 ഡിവൈഡഡ് ബൈ 4.71 ആംഗിൾ 90 ഡിഗ്രി. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇൻഡക്ടറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് 42.46 ആംഗിൾ -90 ഡിഗ്രി ആയിരിക്കും. ഇൻഡക്ടറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് കണ്ടോ, -90 ഡിഗ്രി ആണ്. വോൾട്ടേജിനെ 90 ഡിഗ്രി ലാഗ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതേപോലെ കപ്പാസിറ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടും കണ്ടുപിടിക്കാം. കപ്പാസിറ്റൻസിന്റെ വാല്യൂ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? കപ്പാസിറ്റീവ് റിയാക്ടൻസ് കണ്ടുപിടിക്കണം. അതിനുള്ള ഇക്വേഷൻ എന്താ? 1/2πfc. എഫ് എത്രയാണെന്ന് ക്വസ്റ്റ്യനിലുണ്ട്. എഫ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി, അത് ക്വസ്റ്റ്യനിലുണ്ട്. അപ്പൊ അതിൽ നിന്ന് XC കണ്ടുപിടിച്ചു. XC കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ കപ്പാസിറ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എത്രയാന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, വോൾട്ടേജ് ഡിവൈഡഡ് ബൈ XC ചെയ്താൽ മതി. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്താ ആൻസർ കിട്ടിയത്? 6.28 ആംഗിൾ 90 ഡിഗ്രി. കണ്ടോ, ആംഗിൾ 90 ഡിഗ്രി ആണ്, +90 ഡിഗ്രി ആണ്. അപ്പോ കപ്പാസിറ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് വോൾട്ടേജിനെ ലീഡ് ചെയ്യാണ് ചെയ്യുന്നത്. 90 ഡിഗ്രി ലീഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Two circuit impedances Z1 equal to 8 - j7 ohm and Z2 equal to 5 + j6 ohm are connected in parallel across a 100 volt 50 Hz supply. Calculate the total current flowing through the circuit. അതായത് രണ്ട് ഇമ്പിഡൻസ് തന്നിട്ടുണ്ട്, Z1 തന്നിട്ടുണ്ട്, Z2 തന്നിട്ടുണ്ട്. അത് പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. പാരലൽ ആയിട്ട് 100 വോൾട്ട് 50 Hz സപ്ലൈക്ക് അക്രോസ് കണക്ട് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ കറന്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. Z1 Z2 പാരലൽ ആണ്. സോ നമുക്ക് ടോട്ടൽ ഇമ്പിഡൻസ് കണ്ടുപിടിച്ചൂടെ? ആദ്യം Z1ന്റെ വാല്യൂ എത്രയാന്നുള്ളത് കണ്ടുപിടിക്കാം. Z = Zന്റെ ജനറൽ ഫോർമുല എന്താ? R ± X ആണ് അല്ലെ. അപ്പൊ നമുക്കിവിടെ Z1 എന്ന് പറയുന്നത് എന്തായിരിക്കും? √R² + X² ചെയ്താൽ മതി നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ? Z കണ്ടുപിടിക്കാൻ. ഇവിടത്തെ Z1ന്റെ എന്താണ്? R എന്ന് പറയുന്നത് 8ഉം X എന്ന് പറയുന്നത് 7ഉം ആണ്. സോ Z1 = √8² + 7². അപ്പൊ നമുക്ക് Z1ന്റെ വാല്യൂ കിട്ടി. അതേപോലെ Z2ന്റെ വാല്യൂ കണ്ടുപിടിക്കുക. ദെൻ പാരലൽ സർക്യൂട്ട് ആണ്. സോ റിസൾട്ടന്റ് ഇംപിഡൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി Z1 Z2 Z1 + Z2 അല്ലെങ്കിൽ 1/Z = 1/Z1 + 1/Z2 ആ ഇക്വേഷൻ യൂസ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ Z = നമുക്ക് എന്ത് കിട്ടി? 4.49 ഓം എന്ന് കിട്ടി. ഇനി ടോട്ടൽ കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഇംപിഡൻസ്. അപ്പൊ 100 ഡിവൈഡഡ് ബൈ 4.49 ചെയ്യുന്ന സമയത്ത് നമുക്ക് കറണ്ട് കിട്ടും. കറണ്ട് എത്രയാ? 2.27 ആംപിയർ. ഓക്കെ, ക്ലിയർ അല്ലേ? നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. Explain the resonance of RLC parallel circuit and derive the expression for parallel resonant frequency. Okay, അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു RLC പാരലൽ സർക്യൂട്ടിന്റെ എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്? റെസൊണന്റ് ഫ്രീക്വൻസിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അവിടെ നോക്കിക്കേ.
സർക്യൂട്ട് നമ്മൾ വരച്ചിട്ടുണ്ട്. അതിന്റെ വെക്ടർ ഡയഗ്രം നോക്കൂ. IC എന്ന് പറയുന്ന കപ്പാസിറ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടും IL എന്ന് പറയുന്നത് ഇൻഡക്ടറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടുമാണ്. ഈ ഇൻഡക്ടറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? φL ആംഗിളിലായിരിക്കും ലാഗ് ചെയ്യുന്നത്. വോൾട്ടേജിനെ φL എന്ന് പറഞ്ഞ ആംഗിളിലായിരിക്കും ലാഗ് ചെയ്യുന്നത്. ഇനി ഇതിന് രണ്ട് കമ്പോണൻസ് ഉണ്ട്. അതായത് റെസണൻസ് സംഭവിക്കാനുള്ള കണ്ടീഷൻ നമ്മൾ സീരീസ് സർക്യൂട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റെസണൻസ് എപ്പോഴും സംഭവിക്കുന്നത് XL = XC ആവുന്ന കേസിലാണ് അത് സീരീസ് സർക്യൂട്ടിനകത്ത് റെസണൻസ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഇത് പാരലൽ സർക്യൂട്ടാണ്. ഈ പാരലൽ സർക്യൂട്ടിലെ റെസണൻസിനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് നെറ്റ് റിയാക്റ്റീവ് കമ്പോണന്റ് =0. അതായത് നെറ്റ് റിയാക്റ്റീവ് കമ്പോണന്റ് 0 ആവുന്ന കേസിലാണ് എന്ത് സംഭവിക്കുന്നത്? റെസണൻസ് സംഭവിക്കുന്നത്. നമ്മൾ നോക്കിക്കേ, നെറ്റ് റിയാക്റ്റീവ് കമ്പോണന്റ് എന്ന് പറയുമ്പോൾ IC - IL sin φL. IL sin φL എന്താവുന്ന സമയത്താണ്? 0 ആവുന്ന സമയത്താണ് എന്ത് സംഭവിക്കുന്നത്? റെസണൻസ് സംഭവിക്കുന്നത്. പാരലൽ റെസണൻസിലെ സർക്യൂട്ട് ഇംപിഡൻസ് മാക്സിമം ആയിരിക്കും, അതേപോലെ സർക്യൂട്ട് കറണ്ട് മിനിമം ആയിരിക്കും. പെർഫെക്റ്റ് എന്തായിരിക്കും? യൂണിറ്റി ആയിരിക്കും. ഇനി IL എന്ന് പറയുന്നത് എന്താ? വോൾട്ടേജ് ബൈ ഇംപിഡൻസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അതായത് 6 എല്ലാം സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോ IL കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഇംപിഡൻസ് ചെയ്താൽ മതി. ഇനി ICന്റെ ഇക്വേഷൻ എന്താ? വോൾട്ടേജ് ഡിവൈഡഡ് ബൈ XC അല്ലെ? അപ്പൊ sin φL എന്ന് പറഞ്ഞാൽ എന്താ? XL by Z അല്ലെ? അവിടെ നോക്കിക്കേ, അതൊരു ഇംപിഡൻസ് ട്രയാങ്കിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ sin φL എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. അപ്പൊ XL by Z. അപ്പൊ നമ്മളുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഈ IC - IL sin φL എന്ന് പറഞ്ഞ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അവിടെ നോക്കിക്കേ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? XL XC = Z². അതായത് IC എന്ന് പറയുന്നത് എന്താ? V/XC = V/Z × XL by Z എന്ന് നമ്മൾ എഴുതുകയാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? XL ആ VVയും ക്യാൻസൽ ചെയ്ത് പോയാൽ ബാക്കി അവിടെ XL XC = Z² എന്നാവും. ഓക്കെ, XLന്റെ ഇക്വേഷൻ എന്താ? XLന്റെ ഇക്വേഷൻ 2πFL, XCന്റെ ഇക്വേഷൻ 1/2πFC. അതിൽ നിന്ന് തന്നെ 2πയും 2πയും ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി അവിടെ എന്താ ഉള്ളത്? L/C ആണുള്ളത്. ഇനി Z². Z എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇംപിഡൻസ് ആയിരുന്നു അല്ലെ? Z എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇംപിഡൻസ് ആയിരുന്നു. റെസൊണൻസ് ഫ്രീക്വൻസിന്റെ അതിനെ മോഡിഫൈ ചെയ്ത് നമുക്കിപ്പോ Z നമുക്ക് എങ്ങനെ എഴുതാം? √R² + X² എന്ന് എഴുതാൻ വേണ്ടി പറ്റും അല്ലെ? ഇതിനകത്ത് റെസിസ്റ്ററും ഇൻഡക്ടറും ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ അതിനെ സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് FR റെസൊണൻസ് ഫ്രീക്വൻസിന്റെ ഇക്വേഷൻ FR = 1/2π √1/LC - R²/L² എന്നാണ് കിട്ടുന്നത്. ആ സെഡിൽ നമ്മൾ ഇക്വേഷൻ ഇട്ട് കൊടുക്കണം കേട്ടോ. സെഡിന്റെ √R² + XL - XC² ഇട്ട് കൊടുത്തിട്ടാണ് നമുക്ക് ഈ ഫോർമാറ്റിലോട്ട് വരുന്നത്. അപ്പൊ റെസൊണൻസ് ഫ്രീക്വൻസിന്റെ പാരലൽ സർക്യൂട്ടിലെ റെസൊണൻസ് സർക്യൂട്ടിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? FR = 1/2π √1/LC - R² + L². ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പ്രോബ്ലം, അതായത് റെസൊണൻസ് ഫ്രീക്വൻസിന്റെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തല്ലോ, ആ ഇക്വേഷൻ വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം നോക്കാം. ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. പാരലൽ സർക്യൂട്ട് ഈസ് ഗിവൺ ഇൻ ഫിഗർ തന്നിട്ടുണ്ട്. അതിനകത്ത് R എന്ന് പറയുന്നത് 15 ohm ആണ്, C എന്ന് പറയുന്നത് 2.5 മൈക്രോഫാരഡ് ആണ്, L എന്ന് പറയുന്നത് 260 മില്ലി ഹെൻറി ആണ്. റെസൊണൻസ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം റെസൊണൻസ് ഫ്രീക്വൻസിന്റെ ഇക്വേഷൻ എന്താണെന്നുള്ളത് അല്ലെ? FR = 1/2π √1/LC - R²/L². എല്ലാ വാല്യൂസും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പൊ നമുക്ക് റെസൊണൻസ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 197 ഹെർട്സ് എന്ന് കിട്ടും. ഇനി നമ്മള് റെസിസ്റ്റൻസിന്റെ വാല്യൂ നെഗ്ലക്ട് ചെയ്ത് കളയാണ്. അപ്പൊ FR എന്ന് പറയുന്നത് എന്തായിരിക്കും? റെസിസ്റ്റൻസിന്റെ വാല്യൂ നെഗ്ലക്ട് ചെയ്ത് കളയുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താവും? 1/2π √1/LC എന്നാവും അല്ലെ? അപ്പൊ ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താലും നമുക്ക് കിട്ടുന്ന വാല്യൂസ്, അതായത് റെസൊണൻസ് ഫ്രീക്വൻസിന്റെ വാല്യൂ വലിയ ചേഞ്ച് വരുന്നില്ല. 197.4 ഹെർട്സ് തന്നെയാണ് വരുന്നത്. നേരത്തെ ആ മറ്റേ ഫുൾ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുമ്പോഴും ഈ R നെഗ്ലക്ട് ചെയ്തിട്ടുള്ള ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുമ്പോഴും 0.4 ഹെർട്സ്
ഹെർട്സിന്റെ ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. ഫ്രീക്വൻസിന്റെ യൂണിറ്റ് ആണ് ഹെർട്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നോക്കിക്കേ. എ റെസിസ്റ്റൻസ് ഓഫ് 20 ohm ആൻഡ് എ കോയിൽ ഓഫ് ഇൻഡക്ടൻസ് 31.8 millihenry and negligible resistance are connected in parallel across 230 volt 50 hertz supply. Find line current, power factor, power. Okay, അപ്പൊ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, 20 ohm റെസിസ്റ്റൻസ് ഉണ്ട്, പിന്നെന്താ ഒരു ഇൻഡക്ടൻസ് 31.8 millihenryയും അതേപോലെ ഒരു നെഗ്ലിജിബിൾ റെസിസ്റ്റൻസും പാരലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു 230 volt 50 hertz സപ്ലൈക്ക് എക്രോസ് ആയിട്ട്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താ? ലൈൻ കറന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, പവർ ഫാക്ടർ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, പവർ കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ലൈൻ കറന്റ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് അല്ലേ? എന്ത് ചെയ്താൽ മതി? വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ലൈൻ കറന്റ്, അതായത് റെസിസ്റ്ററിന് അക്രോസ് ഉള്ള കറന്റ് കിട്ടും. റെസിസ്റ്ററിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് IR, അതായത് കറന്റ് ഫ്ലോയിങ് ത്രൂ കറന്റ് ഫ്ലോയിങ് ത്രൂ റെസിസ്റ്റർ എന്ന് പറയുന്നത് വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് ആണ്. അതായത് 230/20. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 11.5 ആംപിയർ. റെസിസ്റ്ററിലൂടെയാണ് ഫ്ലോ ചെയ്യുന്നത്. റെസിസ്റ്റർ ആവുന്ന സമയത്ത് എന്താ? വോൾട്ടേജും കറന്റും ഇൻ ഫേസ് ആയിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താ? IL കണ്ടുപിടിക്കണം. IL കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? വോൾട്ടേജ് ബൈ XL ആണ് അല്ലെ? അപ്പൊ XL നമുക്കറിയോ? ഇല്ല. അപ്പൊ XL കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? 2πfL. F എത്രയാന്ന് ക്വസ്റ്റ്യനിലുണ്ട്, അതേപോലെ L എത്രയാന്ന് ക്വസ്റ്റ്യനിലുണ്ട്. മില്ലി ഹെൻറി ആണ്. മില്ലി ഹെൻറിനെ നമുക്ക് ഹെൻറിയിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 31.8 × 10⁻³ ചെയ്യണം. അപ്പൊ അതിൽ നിന്ന് നമുക്ക് XL എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 10 ohm ആണ് വരുന്നത്. എക്സാക്ട് 10 ohm അല്ല, 9.99 സംതിങ് എന്തോ ആണ് വരുന്നത്. അപ്പൊ അപ്രോക്സിമേറ്റ്ലി 10 ohm കിട്ടും. അപ്പൊ ഓക്കെ, അപ്രോക്സിമേറ്റ്ലി 10 ohm കിട്ടും. ഇനി അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? IL കണ്ടുപിടിക്കാം. ഇവിടെ നോക്കിക്കേ, IL എന്ന് പറയുന്നത് എന്താ? ഇൻഡക്ടറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറന്റ് ആണ്. ഒരു ഇൻഡക്ടറിലൂടെ കറന്റ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ആ കറന്റ് വോൾട്ടേജിനെ എന്താ ചെയ്യുക? ലാഗ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ? 90 ഡിഗ്രി ലാഗ് ചെയ്യും. ഇതിന്റെ റിസൾട്ടന്റ് കറന്റ് ആണ് എന്ത്? I എന്ന് പറയുന്നത്. ലൈൻ കറന്റ് എന്ന് പറയുമ്പോൾ ആ ടോട്ടൽ കറന്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ I = √IR² + IL² ആയിരിക്കും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ലൈൻ കറന്റ് കിട്ടും. അത് എത്രയാ? 25.71 ആംപിയർ. ദെൻ നെക്സ്റ്റ് സബ് ക്വസ്റ്റ്യൻ എന്താ? പവർ ഫാക്ടർ. പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? cos φ. cos φ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? നമുക്ക് ഒന്നില്ലെങ്കിൽ എങ്ങനെ ചെയ്യാം? ഇതൊരു RL പാരലൽ സർക്യൂട്ട് ആണ് അല്ലെ? നമുക്ക് IR-ഉം അറിയാം, I-യും അറിയാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? IR/I ചെയ്താൽ മതി. അപ്പൊ IR എന്ന് പറയുന്നത് 11.5 / 25.71. അങ്ങനെ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പവർ ഫാക്ടർ കിട്ടും. പവർ ഫാക്ടർ അപ്പൊ എത്രയാണ് കിട്ടിയത്? 0.447 ലാഗ്. ഇനി നെക്സ്റ്റ് സബ് ക്വസ്റ്റ്യൻ എന്താ? പവർ കൺസ്യൂംഡിന്റെ ഇക്വേഷൻ എന്താ? VI cos φ. cos φ ആണ് നമ്മളിപ്പോ കണ്ടുപിടിച്ചത്. വോൾട്ടേജും കറന്റും cos φ നമുക്കറിയാം. അപ്പൊ ഇക്വേഷനിലെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് പവർ എന്നുള്ളത് 2643 watts എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2 impedances 14 plus J5 ohm and 18 plus J10 ohm are connected in parallel across 200 volt 50 hertz supply. Determine admittance of each branch, total admittance, total current, power. ഓക്കെ, എന്താ പറഞ്ഞിരിക്കുന്നത്? 2 ഇമ്പിഡൻസ് ഉണ്ട്. 14 + J5 ഓമും 18 + J10 ഓമും ആണ്. അതെന്താ? പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. 200 volt 50 hertz സപ്ലൈക്ക് അക്രോസ്. അഡ്മിറ്റൻസ് ഓരോ ബ്രാഞ്ചിലെയും അഡ്മിറ്റൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ടോട്ടൽ അഡ്മിറ്റൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ടോട്ടൽ കറന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പവർ ഫാക്ടർ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് പറയുന്നതിന് മുൻപ് ഒരു കാര്യം പറയാം. നമ്മുടെ പാരലൽ സർക്യൂട്ട് സോൾവ് ചെയ്യാനുള്ള കുറെ മെത്തേഡ്സ് ഉണ്ട്. അതിലൊരു മെത്തേഡാണ് ഈ അഡ്മിറ്റൻസ് മെത്തേഡ് എന്ന് പറയുന്നത്. അഡ്മിറ്റൻസ് മെത്തേഡ് ഉണ്ട്, വെക്ടർ മെത്തേഡ് ഉണ്ട്, അതിന് 2-3 വെക്ടർ ഓൾജിബ്ര ഉണ്ട്. അങ്ങനെ ഒരു 2-3 മെത്തേഡ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? പാരലൽ സർക്യൂട്ട് സോൾവ് ചെയ്യാം. അതിലെ അഡ്മിറ്റൻസ് മെത്തേഡ് വഴി നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് എന്ത് കിട്ടുക? അഡ്മിറ്റൻസ്. ഓരോ ബ്രാഞ്ചിലെ അഡ്മിറ്റൻസ് കണ്ടുപിടിക്കുമ്പോൾ അഡ്മിറ്റൻസ് മെത്തേഡ് വഴി തന്നെ നമുക്ക് ആ സർക്യൂട്ട് സോൾവ് ചെയ്യാം. ഓക്കെ,
അപ്പൊ അഡ്മിറ്റൻസ് എന്ന് പറയുന്നത് ഇംപിഡൻസിന്റെ റെസിപ്രോക്കൽ ആണ് അല്ലെ. y ഈക്വൽ ടു 1/z എന്നാണ് പറയാ. അഡ്മിറ്റൻസ് എന്ന് പറയുന്നത് ഇംപിഡൻസിന്റെ റെസിപ്രോക്കൽ ആണ്, അല്ലെങ്കിൽ അഡ്മിറ്റൻസിന്റെ റെസിപ്രോക്കൽ ആണ് ഇംപിഡൻസ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ നോക്കിക്കേ, Z1 എന്ന് പറയുന്നത് 14 + j5 ആണ്. ദെൻ Z2 എന്ന് പറയുന്നത് 18 + j10 ആണ്. ഇംപിഡൻസ് ആണ് ഇത്. അഡ്മിറ്റൻസ് കണ്ടുപിടിക്കുമ്പോൾ 1/z1 ഉം 1/z2 ഒക്കെ ചെയ്യണം. അപ്പൊ Z1 എന്ന് പറയുന്നത് റെക്ടാങ്കുലർ ഫോമിലാണുള്ളത്. ഈ റെക്ടാങ്കുലർ ഫോമിലുള്ളതിനെ പോളാർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ Z1നെ നമ്മൾ പോളാർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 14.7 ആംഗിൾ 19.65 എന്ന് കിട്ടും. അപ്പൊ y1 ഈക്വൽ ടു 1/z1 ചെയ്യാം. അപ്പൊ 1/z1 ചെയ്യുന്ന സമയത്ത് 1 അല്ലേ, 1ന് നമുക്ക് 1 ആംഗിൾ 0 എന്നെടുക്കാം. ഓക്കെ, അപ്പൊ 1 ആംഗിൾ 0 ഡിവൈഡഡ് ബൈ 14.87 ആംഗിൾ -14.7 ആംഗിൾ 19.65 ചെയ്യുക. അപ്പൊ നമുക്ക് ആൻസർ കിട്ടുന്നത് 14.87 അങ്ങനെ ചെയ്യുക. അത് ചെയ്തിട്ട് കിട്ടുന്ന ആൻസറിനെ നമുക്ക് എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം? ടോട്ടൽ അഡ്മിറ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ അഡ്മിറ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യണം അല്ലെ. ഒരു ബ്രാഞ്ചിൽ അഡ്മിറ്റൻസ് y1 ഉം അടുത്ത ബ്രാഞ്ചിൽ അഡ്മിറ്റൻസ് y2 ആണെങ്കിൽ ടോട്ടൽ അഡ്മിറ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി y1 + y2 ചെയ്താൽ മതി. അപ്പൊ y1 ഉം y2 തമ്മിൽ ആഡ് ചെയ്യണം. അത് ആഡ് ചെയ്യണമെങ്കിൽ അത് തിരിച്ച് എന്തിലോട്ട് തന്നെ കൺവേർട്ട് ചെയ്യണം? റെക്ടാങ്കുലർ ഫോമിലോട്ട് തന്നെ കൺവേർട്ട് ചെയ്യണം. സോ y1 കണ്ടുപിടിക്കണമെങ്കിൽ അപ്പൊ ആ കിട്ടിയ y1നെ, അതായത് 1/z1 ചെയ്ത സമയത്ത് നമുക്ക് y1 കിട്ടിയല്ലോ. ആ y1 എന്ന് പറയുന്നത് പോളാർ ഫോമിലാണുള്ളത്. ആ പോളാർ ഫോമിലുള്ള y1നെ റെക്ടാങ്കുലർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുക. കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് ചെയ്യാം. എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. സോ y1 ഈക്വൽ ടു 0.0634 - j0.0226 എന്ന് കിട്ടും. ഇനി ഇതേ മെത്തേഡില് Z2 കണ്ടുപിടിക്കാം. ആദ്യം തന്നിരിക്കുന്ന Z2 എന്ന് പറയുന്നത് റെക്ടാങ്കുലർ ഫോമിലാണ്. അതിനെ പോളാർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാം. ദെൻ y2 കണ്ടുപിടിക്കാം. 1/z2, അതായത് 1 എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ 1 ആംഗിൾ 90 ആയിട്ട് 1 ആംഗിൾ 0 ആയിട്ട് എടുക്കുക. അപ്പൊ 1 ആംഗിൾ 0 ഡിവൈഡഡ് ബൈ 20.59 ആംഗിൾ 29 എന്ന് കിട്ടും. അപ്പൊ അതിൽ നിന്ന് ആ കിട്ടുന്ന ആൻസർ ഉണ്ടല്ലോ, അത് പോളാർ ഫോമിലാണല്ലോ. ആ പോളാർ ഫോമിനെ റെക്ടാങ്കുലർ ഫോമായിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പൊ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് y2 എന്ത് കിട്ടും? 0.0424 - j0.0236 എന്ന് കിട്ടും. ഇനി സർക്യൂട്ട് അഡ്മിറ്റൻസ്, അതായത് ടോട്ടൽ അഡ്മിറ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? y1 + y2 ചെയ്താൽ മതി. അപ്പൊ രണ്ട് y1 ഉം, അതായത് രണ്ട് അഡ്മിറ്റൻസ് y1 ഉം y2 ഉം, അത് രണ്ടും ഇപ്പൊ നമ്മൾ റെക്ടാങ്കുലർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിന്റെ ടോട്ടൽ അഡ്മിറ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? റിയൽ പാർട്ടും ആഡ് ചെയ്യുക, ഇമാജിനറി പാർട്ടും ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് ടോട്ടൽ അഡ്മിറ്റൻസ് 0.1058 - j0.0462 എന്ന് കിട്ടും. ഇനി അടുത്ത സബ് ക്വസ്റ്റ്യൻ എന്താ? ടോട്ടൽ കറണ്ട് ആണ്. ടോട്ടൽ കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? വോൾട്ടേജ് ഇൻറ്റു y, അല്ലെങ്കിൽ v/z ആണല്ലോ. അതായത് v/z-നെ നമുക്ക് എങ്ങനെ എഴുതാം? vy എന്ന് എഴുതാലോ. v ഇൻറ്റു 1/z ആണല്ലോ v/z എന്ന് പറഞ്ഞാല്. അപ്പൊ v ഇൻറ്റു y നമ്മൾ കണ്ടുപിടിച്ചു. അത് ഏത് ഫോമിലാണുള്ളത്? റെക്ടാങ്കുലർ ഫോമിലാണുള്ളത്. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് പോളാർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്താൽ മാത്രമേ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ അതിനെ പോളാർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുക. കൺവേർട്ട് ചെയ്ത ശേഷം ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? കറണ്ട് എന്ന് പറയുന്നത് 23.1 ആംഗിൾ -23.5 എന്ന് കിട്ടും. ഇനി വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താ? വോൾട്ടേജ് 200 എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പൊ നമുക്ക് 200 ആംഗിൾ 0 എന്ന് എടുക്കാം. ദെൻ ഇവിടെ കിട്ടിയ കറണ്ട് എന്ന് പറയുന്നത് എന്താ? 23.1 ആംഗിൾ -23.5 ആണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? -23.5 ആംഗിളില് വോൾട്ടേജിനെ കറണ്ട് ലാഗ് ചെയ്യാണെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോ ആ പവർ ഫാക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും? കോസ് 23.5 ആംഗിൾ ഉണ്ടല്ലോ 23.5, ആ ആംഗിളിലാണ് കറണ്ട് വോൾട്ടേജിനെ ലാഗ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ആംഗിളിന്റെ കോസ് വാല്യൂ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? പവർ ഫാക്ടർ കിട്ടും. സോ കോസ് 23.5 അത് എത്രയാ? 0.915. അപ്പൊ നമ്മളുടെ ഈ ക്വസ്റ്റ്യൻ സോൾവ് ആയി. ഇനി
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ ഡ്രോ ദ വെക്ടർ ഡയഗ്രാം ഫോർ ദ ഫോളോയിങ് നെറ്റ്വർക്ക്. ഈ നെറ്റ്വർക്കിന്റെ വെക്ടർ ഡയഗ്രാം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വെക്ടർ ഡയഗ്രാം വരയ്ക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്? തന്നിരിക്കുന്ന സർക്യൂട്ട് എന്ത് സർക്യൂട്ടാ? ഒരു പാരലൽ സർക്യൂട്ടാണ്. ആദ്യത്തെ ഇതില് RCയും രണ്ടാമത്തെ ഇതില് RLഉം ഉണ്ട്. ആ RCയും RLഉം പാരലായിട്ട് ഒരു വോൾട്ടേജിന് അക്രോസ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സർക്യൂട്ട്. നമുക്ക് വെക്ടർ ഡയഗ്രാം വരയ്ക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്? I1ഉം I2ഉം ടോട്ടൽ കറണ്ടും ഒക്കെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് വരയ്ക്കാൻ പറ്റുള്ളൂ? വെക്ടർ ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ആദ്യം I1 കണ്ടുപിടിക്കുക. I1 എന്ന് പറയുന്നത് RC സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്നതാണ്. അപ്പോ V/Z1 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? I1 കിട്ടും. അപ്പൊ വോൾട്ടേജ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 230 വോൾട്ട് ആണ് തന്നിട്ടുണ്ട്. ദെൻ Z1 എന്ന് പറയുന്നത് എന്താ? 10 മൈനസ് J എന്താണ് സിന്റെ വാല്യൂ മാത്രമേ തന്നിട്ടുള്ളൂ. എക്സിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി 1/2πfc ചെയ്താൽ മതി. ഈ കപ്പാസിറ്ററിന്റെ വാല്യൂ മൈക്രോ ഫാരഡിലാണ് തന്നിരിക്കുന്നത്. അപ്പൊ 100 × 10⁻⁻6 ചെയ്താൽ മാത്രമേ അതിനെ ഫാരഡിലോട്ട് മാറ്റാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, എന്നിട്ട് എക്സി കണ്ടുപിടിക്കുക. എക്സി എന്ന് പറയുന്നത് എന്തായിരിക്കും? 31.83 ഓം ആയിരിക്കും. അപ്പൊ അതിൽ നിന്ന് Z1 = എന്ത് വരും? 10 - J 31.83 അല്ലെ? അപ്പൊ ഇതിനെ പോളാർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുക. കൺവേർട്ട് ചെയ്ത ശേഷം എന്ത് കണ്ടുപിടിക്കുക? I1 കണ്ടുപിടിക്കുക. അപ്പൊ 230 വോൾട്ട് എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ വോൾട്ടേജ്. അപ്പൊ നമുക്കതിനെ 230∠0 എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ Z1 നമുക്ക് എങ്ങനെ എഴുതാം? 33.364 ∠ -73°. അതായത് ആ പോളാർ ഫോമിലുള്ള Z1 റെക്ടാങ്കുലർ ഫോമിലുള്ള ഇമ്പിഡൻസിനെ പോളാർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്ത വാല്യൂ ആണ് അത്. ദെൻ ഇതിന് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് മാഗ്നിറ്റ്യൂഡുകൾ ആദ്യം ഡിവൈഡ് ചെയ്യുക, പിന്നെന്താ ആംഗിളുകൾ മൈനസ് ചെയ്യുക. അപ്പൊ നമുക്ക് I1 എത്ര കിട്ടി? 6.89 ∠73° എന്ന് കിട്ടി. ഇനി ഇതേപോലെ തന്നെ ബ്രാഞ്ച് 2 അതായത് I2 കണ്ടുപിടിക്കുക. ഇവിടെ എന്താ വ്യത്യാസം ഉള്ളത്? അവിടെ ആദ്യത്തെ ബ്രാഞ്ചില് R ഉം C ഉം ആയിരുന്നു. സെക്കൻഡ് ബ്രാഞ്ചിൽ എന്താ? R ഉം L ഉം ആണ്. അപ്പോ L ആണെങ്കിൽ XL കണ്ടുപിടിക്കണം അല്ലെ? XL കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? 2πfL. അപ്പൊ I2 = V/Z2. അതായത് Z2 എന്ന് പറയുന്നത് എന്തായിരിക്കും? R + JXL എന്ന് പറയുന്ന ഫോമിലായിരിക്കും ഇത് ഉണ്ടാവുക. അപ്പൊ I2 = V/Z2. അതായത് 230∠0 ഡിവൈഡഡ് ബൈ ആ Z2 കിട്ടിയത് റെക്ടാങ്കുലർ ഫോമിലാണല്ലോ. അതിന് പോളാർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തുള്ള വാല്യൂ. പോളാർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 32.97 ∠72.3°. അപ്പോൾ I2 കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? മാഗ്നിറ്റ്യൂഡുകൾ തമ്മിൽ ഡിവൈഡ് ചെയ്യണം, ആംഗിളുകൾ തമ്മിൽ കുറയ്ക്കണം. അപ്പൊ നമുക്ക് I2 = എന്ത് കിട്ടി? 6.89 ∠−72.3° എന്ന് കിട്ടും. ഇനി I1ഉം I2ഉം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വരയ്ക്കാം? വോൾട്ടേജ് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുത്തു. കറന്റ് I1 എന്ന് പറയുന്നത് 73° ലീഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ 73° എടുത്തിട്ട് ലീഡ് ചെയ്യുന്ന പോലെ നമുക്ക് I1 വരയ്ക്കാം. ദെൻ I2 എന്ന് പറയുന്നത് എന്താണ്? -72.3° എന്നാണ് കിട്ടിയിരിക്കുന്നത് അല്ലെ? അപ്പൊ 72.3° ലാഗ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ വോൾട്ടേജിൽ നിന്ന് താഴോട്ട് നമുക്ക് എന്ത് വരച്ചു? താഴോട്ട് 72.3° എടുത്തിട്ട് താഴോട്ട് I2 വരയ്ക്കാം. ഇത് രണ്ടിന്റെയും റിസൾട്ടന്റ് ആയിരിക്കും I1 എന്ന് പറയുന്നത്. I1 കുറച്ച് ലീഡിങ് ആയിരിക്കും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. 2 ഇമ്പിഡൻസസ് Z1 = 10 + J5 ohm and Z2 = 25 - J10 ohm are connected in parallel across a 100-volt 50 Hz AC supply. Calculate the total current and power factor using admittance method. അഡ്മിറ്റൻസ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? ടോട്ടൽ കറണ്ടും പവർ ഫാക്ടറും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. Z1ഉം Z2ഉം വോൾട്ടേജും ഫ്രീക്വൻസിയാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? Y1 കണ്ടുപിടിക്കണം, Y2 കണ്ടുപിടിക്കണം, ടോട്ടൽ അഡ്മിറ്റൻസ് കണ്ടുപിടിക്കണം, കറണ്ട് കണ്ടുപിടിക്കാം, പവർ ഫാക്ടർ കണ്ടുപിടിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ Y1 കണ്ടുപിടിച്ചൂടെ? 1/Z1 ആണ്.
Z1 എന്ന് പറയുന്നത് ഏത് ഫോമിലുള്ളത്? റെക്ടാങ്കുലർ ഫോമിലാണുള്ളത്. അതിനെ പോളാർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 11.18 ആംഗിൾ 26.56 കിട്ടും. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ y1 ആണല്ലേ, 1 ആംഗിൾ 0 എന്നെടുക്കുക, ഡിവൈഡഡ് ബൈ y1 ചെയ്യുന്ന സമയത്ത് നമുക്ക് y1 ഈക്വൽ ടു 0.089 ആംഗിൾ -26.56 ഡിഗ്രി എന്നാണ് കിട്ടുക. ദെൻ ഇനി അതേപോലെ y2 കണ്ടുപിടിക്കുക, 1/z2. Z2 പോളാർ ഫോമിലാണുള്ളത്, അതിനെ റെക്ടാങ്കുലർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന റെക്ടാങ്കുലർ ഫോമിലാണുള്ളത്, അതിനെ പോളാർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് y2 കിട്ടും. y2 കൺവേർട്ട് ചെയ്ത ശേഷം 1/z2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? y2 കിട്ടും. ഓക്കെ, y2 എന്ന് പറയുന്നത് അപ്പൊ എത്ര? 0.037 ആംഗിൾ 21.8 ഡിഗ്രി. ഇനി ഇവിടെ നോക്കിക്കേ, ഇത് രണ്ടും പോളാർ ഫോമിലാണുള്ളത്. ടോട്ടൽ അഡ്മിറ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ y1 പ്ലസ് y2 ചെയ്യണം. ഓക്കെ, അപ്പൊ ആ y1 പ്ലസ് y2 ചെയ്യണമെങ്കിൽ പോളാർ ഫോമിലുള്ളതിന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം? റെക്ടാങ്കുലർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യണം. കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് കൺവേർട്ട് ചെയ്ത ശേഷം റിയൽ ടേമും ആഡ് ചെയ്യുക, ഇമാജിനറി ടേമും ആഡ് ചെയ്യുക. എന്നിട്ട് ഇതിനെ എന്ത് ചെയ്യണം? പോളാർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുക. അതായത് ടോട്ടൽ അഡ്മിറ്റൻസ് കിട്ടുമല്ലോ, ആ ടോട്ടൽ അഡ്മിറ്റൻസിനെ പോളാർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുക. എന്തിനാണ് നമ്മൾ പോളാർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്? കറന്റ് ഈക്വൽ ടു V ഇൻറ്റു I ആണ്. നമുക്ക് കിട്ടിയ ആൻസർ റെക്ടാങ്കുലർ ഫോമിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? അതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ അതിനെ പോളാർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ പോളാർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്ത് വെക്കാം. ദെൻ ഇനി അടുത്തത് എന്ത് കണ്ടുപിടിക്കുക? കറന്റ് കണ്ടുപിടിക്കുക. കറന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? വോൾട്ടേജ് ഇൻറ്റു അഡ്മിറ്റൻസ്. അതായത് V/Z ആണ്, V ഇൻറ്റു 1/Z അല്ലേ. അപ്പൊ V ഇൻറ്റു 1/Z എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? Vy തന്നെയാണ്. Y നമുക്ക് എത്രയാണെന്ന് അറിയാം. അപ്പൊ Vy ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കറന്റ് കിട്ടും. അതിൽ വോൾട്ടേജ് എന്ന് പറയുന്നത് 100 വോൾട്ട് എന്ന് മാത്രമാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ അതിനെ എങ്ങനെ എഴുതും? 100 ആംഗിൾ 0 ഡിഗ്രി എന്ന് എഴുതും. ഇൻറ്റു Y എത്ര എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു. അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടോട്ടൽ കറന്റ് കിട്ടും. ഇവിടെ നോക്കിക്കാൻ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് മാഗ്നിറ്റ്യൂഡുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ആംഗിള് ആഡ് ചെയ്യുക. മാഗ്നിറ്റ്യൂഡ് മൾട്ടിപ്ലൈ ചെയ്യുക, ആംഗിൾ ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? കറന്റ് എന്നുള്ളത് 11.7 ആംഗിൾ -12.9 ഡിഗ്രി. അപ്പൊ നോക്കിക്കുക, -12.9 ഡിഗ്രി എന്നാണ് നമുക്ക് ആംഗിൾ കിട്ടിയിരിക്കുന്നത്. അതായത് വോൾട്ടേജിന് കറന്റ് 12.9 ഡിഗ്രി ലാഗ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് പവർ ഫാക്ടർ കണ്ടുപിടിച്ചൂടെ? കോസ് 12.9 ഡിഗ്രി 9 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആംഗിൾ കിട്ടും. അപ്പൊ പവർ ഫാക്ടർ എത്ര കിട്ടും? 0.9747 എന്ന് കിട്ടും. അടുത്തത് നോക്കിക്കേ, ഡിഫൈൻ ക്യൂ ഫാക്ടർ ഓഫ് എ പാരലൽ RLC സർക്യൂട്ട് ആൻഡ് ഒബ്റ്റെയിൻ ഇറ്റ്സ് ഇക്വേഷൻ. അതായത് RLC പാരലൽ സർക്യൂട്ടിലെ ക്യൂ ഫാക്ടർ എന്താണെന്നും അതിന്റെ ഇക്വേഷൻ ഏതാനുമാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ ക്യൂ ഫാക്ടർ എന്ന് പറഞ്ഞാല് കറന്റ് മാഗ്നിഫിക്കേഷൻ ഫാക്ടർ ആണ്. അതായത് കറന്റിനെ നമ്മൾ മാഗ്നിഫൈ ചെയ്യില്ലേ, ആ ഫാക്ടറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്യൂ ഫാക്ടർ, അല്ലെങ്കിൽ മാഗ്നിഫിക്കേഷന്റെ വാല്യൂ എത്രയാണെന്നുള്ളതാണ് ക്യൂ ഫാക്ടർ എന്ന് പറയുന്നത്. കറന്റിനെ മാഗ്നിഫൈ ചെയ്യാനുള്ള വാല്യൂ എത്രയിൽ മാഗ്നിഫൈ ചെയ്യണം എന്നുള്ള ആ ഒരു റേഷ്യോ, അതാണ് നമ്മുടെ ക്യൂ ഫാക്ടർ എന്ന് പറയുന്നത്. അതായത് IC/I, കപ്പാസിറ്റീവ് കറന്റ് ബൈ ടോട്ടൽ കറന്റ് ആണ് എന്ത്? മാഗ്നിഫിക്കേഷൻ ഫാക്ടർ അല്ലെങ്കിൽ ക്യൂ ഫാക്ടർ എന്നൊക്കെ പറയുന്നത്. അത് നോക്കിക്കാം, IC എന്ന് പറഞ്ഞാൽ എന്താ? കപ്പാസിറ്റീവ് കറന്റ് ആണ് അല്ലെ. അതിന്റെ ഇക്വേഷൻ എന്താ? V/XC. XC എന്ന് പറഞ്ഞാൽ എന്താ? 1/2πfc അല്ലെങ്കിൽ 1/ωc എന്ന് എഴുതാം. അപ്പൊ ഇതിനെ IC എന്നുള്ളതിന് നമുക്ക് എന്ത് എഴുതാം? V/1/c⍵ ആണ്. അപ്പൊ അതെന്തായി? V⍵c ആയി. ദെൻ ടോട്ടൽ കറന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? V/L/CR ആണ്. ഇതൊരു RLC പാരലൽ സർക്യൂട്ട് ആണ്. സോ V/L/CR ആയിരിക്കും. ദെൻ അപ്പൊ ആ ഇക്വേഷൻ എന്തായിരിക്കും? VCR/L. ഇനി ക്യൂ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? IC/I ആണ്. അതായത് VC⍵/VCR/L ആണ്. അതിൽ വോൾട്ടേജും കട്ട് ചെയ്തു പോവും, കപ്പാസിറ്റൻസിന്റെ വാല്യൂ കട്ട് ചെയ്തു പോവും. ബാക്കി അവിടെ എന്താ ഉള്ളത്? 1/R√L/C ആണ് അവിടെ ഉള്ളത്. 1/R√L/C. അപ്പൊ ക്യൂ ഫാക്ടറിന്റെ വാല്യൂ എന്താണ്? 1/R√L/C. നമ്മുടെ ഒമേഗനെ 2πf ഒക്കെ കൊടുത്തിട്ടാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ ക്യൂ ഫാക്ടറിന്റെ വാല്യൂ = 1/R√L/C എന്ന് കിട്ടും. ഓക്കെ, താങ്ക് യു.